ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജെയിംസിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഒരു നല്ല പൃഥ്വിരാജ് ഫാനാണ്. അങ്ങനെ ഒരു പൃഥ്വിരാജ് ഫാനിന് മാത്രമല്ല, ഒരു മലയാള സിനിമ ആരാധകന് തന്നെ അഭിമാനിക്കാവുന്ന ചില സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം ഗലാട്ട പ്ലസ് നൽകിയിട്ടുള്ള ഇന്റർവ്യൂവിൽ പ്രശാന്ത് നീൽ, സലാറിന്റെ സംവിധായകൻ, പറഞ്ഞിട്ടുള്ളത്. അത്രയും ഒരു വലിയ സിനിമ വരുമ്പോൾ പൃഥ്വിരാജിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞ രോമാഞ്ചം വരും. അത്രയ്ക്ക് കിടലായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ ആ ഇന്റർവ്യൂ മുഴുവൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കണ്ടപ്പോൾ നോർമൽ ആയിട്ടാണ് തോന്നിയത്. പക്ഷെ ഇത് PK ട്രോൾ ആക്കിയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും ഗൂസ് ബംപ്സ് ആണ്. കണ്ടു നോക്കാം. റെഡി. കൈത്തളകൾക്ക് വേണ്ടിയും കഷ്ണങ്ങൾക്ക് വേണ്ടിയും പോരാടിയത് മതി. എന്റെ കൺമുന്നിലുള്ളതെല്ലാം എനിക്ക് വേണം. ജോഷ് അടങ്ങിയോ കുറച്ച്? എന്നാലും ഇനി പറ. Now, you bring Prithviraj into this movie and he's a big star as well. How did you blend that persona into this? ഡോക്ടറെ, ഉള്ളത് പറയാനുണ്ട്. ഡോക്ടർക്ക് വിരോധമുണ്ടോ? എന്താ പറയട്ടെ. പറയൂ. So we needed an actor. More than the star and everything else, we needed a phenomenal actor for Varatharaja Manna. And the friendship that we wanted to show and them turning into enemies. அது ஓர்க்கும்போது நமக்கு சங்கடம். உலகத்திலேயே ஆபத்தான எதிரி யார் தெரியுமா? உன்னை பத்தி எல்லாமே தெரிஞ்ச உன்னோட நண்பன் தான். We wanted somebody that translated to have that love and that hatred. For a long period of time we were thinking who should we get right. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് There are a lot of suggestions that we should bring somebody from the Hindi film fraternity. ആഹാ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടോ? ഈ രവി ഒരുപാട് സങ്കീർണമായ ഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന കഥാപാത്രമല്ലേ? ആ സങ്കീർണത എഴുതി ഉണ്ടാക്കിയത് ഞാനല്ലേ? അപ്പോൾ അതിൽ ആര് അഭിനയിക്കണം എന്ന് തീരുമാനിക്കാനും എനിക്ക് സാധിക്കും. There's one name that always popped up in my head, but I thought I was dreaming too much at that point of time. I wanted Prithviraj to be in it. നീ നിനക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ട് അഭിനയിപ്പിച്ചു, ഞാൻ മുടക്കം പണം. And we pursued him for a period of time. I thought he was not going to do the movie after listening to the script. അല്ല, ഇഷ്ടായില്ലേ വേണ്ട, പോവാ. പക്ഷെ അതിവിടെ വെച്ച് പറയണ്ട. പറയും വേണ്ടടാ, ഞാൻ പറയും. But he absolutely loved it. ഇഷ്ടായി. എനിക്കിഷ്ടായിന്ന്. He's not playing second fiddle in this movie, but at the same time, Deva is doing everything. That I think was going to be difficult for me to convince him. He loved the script. എടി, അവന്റെ ഏത് ആഗ്രഹത്തിനാ ഞാൻ ഇന്നുവരെ എതിര് നിന്നിട്ടുള്ളത്? എനിക്കാണെങ്കിൽ ഇത് കേട്ടപ്പോഴേ സന്തോഷമായി. ഇത് കൂടെ നീ എന്താ വേണ്ടേ? ഐ തിങ്ക് യുവർ സെലക്ഷൻ ഈസ് absolutely right. അപ്പൊ നമ്മുടെ അണ്ണന് ഏത് കച്ചവടം വഴങ്ങുന്നു ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായേ. മറ്റൊരു സത്യം കൂടി വെളിപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു. I started realizing very fast that he's thinking like a director. അത്രേ ഉള്ളൂ. നേരത്തെ അറിയാല്ലേ? Exactly നമ്മൾ ചിന്തിക്കുന്നതാണ് എഡിറ്റ് ചെയ്തേക്കുന്നത്. He is probably one of the biggest reasons, apart from Prabhas sir, that I'm confident of the movie today. അഭിമാനം തോന്നുന്നു. Not just because of his screen presence and his acting and everything else, but he was like the most perfect assistant director. അപ്പൊ നിങ്ങൾ പറഞ്ഞൊക്കെ സത്യമായിരുന്നല്ലേ? നിങ്ങൾ ആള് കൊള്ളാട്ടോ. നാട്ടുകാർ നാറുകൾ ഇതുവെല്ലാം അറിയുന്നുണ്ടോ? The kind of suggestions that he made from a creative point was absolutely brilliant. ലൂസിഫർ. നിങ്ങൾ ഈ നാടിന്റെ അഭിമാനമാണ് രമേശൻ നായർ. എനിക്ക് അഭിനന്ദിക്കാൻ വീണ്ടും വാക്കുകൾ കിട്ടുന്നില്ല. കറക്റ്റ്. Absolutely brilliant. And I can't thank him enough for doing a Salar. ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്ന് സന്തോഷമുള്ളൂ. ഡാഡി, ഇവനെ വിട്ട് കളയരുത്. ദാണ്ടെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഐറ്റം. കാണാൻ പോകുന്നേ ഉള്ളൂ. And Salar is definitely about Prabhas and Prithviraj. ആ ഫ്രണ്ട്ഷിപ്പ് ആണല്ലോ. എനിക്കാണ് പൊട്ടുന്നത്. ഫ്ലാഷ് ബാക്ക്. അതെനിക്ക് ആ സിനിമ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച ആളാണ് ഞാൻ പ്രശാന്തിനെ വിളിച്ചു പറഞ്ഞു, പ്രശാന്ത് ഇത് ഞാൻ വീണ്ടും ആടുജീവിതത്തിന് പോകും, പിന്നെ എനിക്കത് തള്ളാണെന്ന്. എടാ, നീ ഇറങ്ങണം.
നീ ഇറങ്ങിയാലേ വല്ലതൊക്കെ നടക്കൂ. പക്ഷെ പിന്നെ അറ്റ് വൺ പോയിന്റ് പ്രഭാസും പ്രശാന്തും ഹോംബാലെ ഫിലിംസും എല്ലാവരും എന്നാണ് തിരിച്ചു വരുന്നത്, ഇന്ന മാസമാണ്, എന്നാൽ ഇനിയും ബാക്കി സലാർ അപ്പം ഷൂട്ട് ചെയ്യാം. നിങ്ങള് വാടാ. അവൻ വരണം, അവൻ വന്നാലേ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരൂ എന്ന് തീരുമാനിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ സിനിമയുടെ ഭാഗമാവുന്നത്. ഇങ്ങനെ പോലെ കെട്ടുകഥ ഉണ്ടാക്കാൻ ഇത്ര വിദഗ്ധം മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല. സത്യമാണ്, അന്ന് കുറെ ആൾക്കാർ പറഞ്ഞു. കൊഞ്ചം അങ്കേ പാര് കണ്ണാ. Salar cannot be without Prithviraj. I've come to that conclusion after watching the movie. ഞാൻ ആരാ എന്താന്ന് ഇപ്പൊ പിടികിട്ടിയായിരിക്കും. Salar cannot be without Prithviraj. I've come to that conclusion after watching the movie. നിനക്ക് ശുക്രദശ തുടങ്ങി അർത്ഥം. ഭാഗ്യവാൻ. സാറിൽ കാൽക്കുലേറ്റർ വെച്ചുള്ള കണക്കുകൂട്ടലുകൾ വില പോവില്ല. സാർ ചുവന്നെരിയണം. അതുകൊണ്ട് തന്നെയാണ് ഒരു കണക്കുകൂട്ടലിലും പെടാത്ത ഒരുത്തിനെ കൊണ്ടുവന്നത്. ഇനി നടക്കാൻ പോണ മുള്ളിക്കളിയുള്ള നമ്മളില്ല കേട്ടാ, നമ്മളിവരുണ്ടാ ഫ്രീ. അപ്പൊ നടക്കട്ടെ, നല്ല ഈടിവെട്ടായിട്ട്. ഓൾ ദി ബെസ്റ്റ്. എന്താണ് ഈ ട്രോളിന്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, എല്ലാം പൊതുവെ സെറ്റാണ്, പക്ഷെ ഇത് കറക്റ്റ് നമ്മൾ ചിന്തിക്കുന്ന സാധനമാണ് ഫുള്ള് വന്നിട്ടുള്ളത്. അത് കറക്റ്റ് ആയിട്ട് ആ ടൈമിൽ ഓരോ സിനിമയിലെയും എഡിറ്റ്സ് കട്ട് കൊണ്ടെന്ന് വെച്ച് കിടന്ന എഡിറ്റിങ്, പിക്കറ്റ് ട്രോൾസ് വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. പിന്നെ പൃഥ്വിരാജിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു പൃഥ്വി ഫാനാണ്, പക്ഷെ അതിനപ്പുറത്തേക്ക് മലയാള സിനിമയിൽ നിന്ന് ഒരാള് ഇപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ, അവരുടെയൊക്കെ സിനിമ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി സ്മോളസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ചെറിയ ഇൻഡസ്ട്രിയാണ് മലയാളം. നല്ല കഥകളുണ്ട്, നല്ല തിരക്കഥകളുണ്ട്, നല്ല സിനിമകൾ സംഭവിക്കുന്നുണ്ട്, പക്ഷെ അത് പാൻ ഇന്ത്യൻ എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തിയിട്ടില്ലാത്തൊരു സിനിമയാണ്. മേ ബി ഇനി വരാനുള്ള വലിയ വലിയ സിനിമകളൊക്കെ അങ്ങനെ സംഭവിക്കട്ടെ, എമ്പുരാൻ അടക്കം അതിലേക്കുള്ള കാലെടുത്ത് വെക്കലാവട്ടെ എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോ സ്റ്റിൽ നമ്മൾ ഏറ്റവും ചെറിയ ഇൻഡസ്ട്രിയാണ്. പക്ഷെ അങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു പാൻ ഇന്ത്യൻ മൂവിയിൽ, അതും ഇന്ത്യൻ സിനിമ അത്രയും നോക്കിക്കാണുന്ന ഒരു പ്രശാന്ത് നീൽ എന്ന് പറയുന്ന സംവിധായകന്റെ അടുത്ത് നിന്ന് വരുന്ന സിനിമ, KGF ശേഷമുള്ള സിനിമ, അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു സിനിമ. ഇപ്പോ പൃഥ്വിരാജ് അടക്കം എല്ലാവരും പറയുന്നുണ്ട് അത് വലിയ അത്രയും ഒരു സെറ്റാണ് ഇതിനു വേണ്ടി ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. സോ അതില് മലയാളത്തിൽ നിന്ന് ഒരു നടൻ പോയിട്ട് അഭിനയിക്കുക, അത് നായകതുല്യമായിട്ടുള്ള ഈക്വലി പ്രാധാന്യമുള്ള കഥാപാത്രം, എന്നിട്ട് ഇതിന്റെ സംവിധായകൻ പറയാണ് പുള്ളിക്കാരൻ ഇല്ലെങ്കിൽ സലാർ ഒന്നുമല്ല എന്ന് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയെന്ന്. ആലോചിച്ച് നോക്കൂ, അത് അതിനേക്കാളും വലിയൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ വേറെ എന്താണുള്ളത്. പിന്നെ അദ്ദേഹത്തിന്റെ ഡയറക്ഷനെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി അറിഞ്ഞതാണ്. സോ അവർക്കത് വലിയ സംഭവമായിട്ട് തോന്നുക പറയുമ്പോൾ അല്ലെ, അവർക്ക് അസിസ്റ്റന്റ് ഡയറക്ടറിനെ പോലെ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ക്രിയേറ്റീവ് സൈഡിൽ നിന്നുള്ള ഹെൽപ്പ് എത്രമാത്രം അവിടെ പോയിട്ടുണ്ടാവും, എത്ര സപ്പോർട്ട് പോയിട്ടുണ്ടാവും, എത്ര കാര്യങ്ങളിൽ അദ്ദേഹം ഭയങ്കര എന്താ പറയാ പാഷനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ടാവും. അറിയാലോ പൃഥ്വിരാജിന്റെ സംസാരം എന്ന് പറയുന്നത്. ഈവൻ പ്രശാന്ത് നീലിന്റെയും പൃഥ്വിരാജിന്റെയും ഇന്റർവ്യൂ എടുത്ത് നോക്കിയാൽ പോലും എത്ര ക്ലിയർ ആയിട്ട് ക്ലാരിറ്റി തന്നിട്ടാണ് പൃഥ്വിരാജ് സംസാരിക്കുന്നത്, നമുക്ക് ആ കമ്പാരിസൺ ചെയ്ത് മനസ്സിലാവും. ഇവിടെ പ്രശാന്ത് നീൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു അത്രയും നമ്മളെ ഇത് എൻഗേജ് ചെയ്യുന്ന രീതിയിലല്ല പ്രശാന്ത് നീലിന്റെ സംസാരം. അത് ഓൾറെഡി യശ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഥ പറയുന്ന അടുത്ത് പുള്ളി ഭയങ്കര മോശമാണ് എന്നുള്ളത്, ഒരു ഭയങ്കര മോശം നരേറ്ററാണ് പ്രശാന്ത് നീൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രിയേറ്റർ അടിപൊളിയാണ്, പക്ഷെ നരേഷനിലേക്ക് വരുമ്പോൾ അത് ഇന്റർവ്യൂവിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ പൃഥ്വിരാജ് അങ്ങനെ ക്ലാരിറ്റി കൊടുക്കുന്ന എല്ലാത്തിനും മിക്ക ചോദ്യങ്ങൾക്കും ഒരു 90% ചോദ്യങ്ങൾക്ക് ഉത്തരവുള്ള സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരാളാണ്. സോ അതിനെല്ലാം കൊണ്ടും ഒരു അഭിമാനം തോന്നുന്ന രീതിയിലാണ് പുള്ളിക്കാരനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. സോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, മലയാള സിനിമയിൽ നിന്നൊരാൾ എന്നുള്ള രീതിയിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഇതിന്റെ അവസാനം പറഞ്ഞ പോലെ നിന്റെ ശുക്രൻ തെളിഞ്ഞെന്ന് പറഞ്ഞാൽ ശുക്രൻ തെളിയലാവട്ടെ, അത് പൃഥ്വിരാജിന്റെ മാത്രമല്ല മലയാള സിനിമയുടെ തന്നെ ഇനിയും ഒരുപാട് ആക്ടേഴ്സിനെ അത്രയും കപ്പാസിറ്റി ഉള്ള കാപ്പബിൾ ആയിട്ടുള്ള ഒരുപാട് നടന്മാരും നടിമാരും നമുക്കുണ്ട്. അവരെയൊക്കെ ഇതേപോലെ പാൻ ഇന്ത്യൻ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ, അവരുടെയൊക്കെ ഒരു കഴിവിനെ അങ്ങനെ ഇന്ത്യ ഒട്ടുക്കും അറിയപ്പെടുന്ന സിനിമകളിലേക്ക് ഓരോ സംവിധായകരും വിളിക്കട്ടെ. എന്തായാലും അതിന്റെ മറ്റൊരു സംഭവമാണ് ഗീതു മോഹൻദാസ് യശിനെ വെച്ച് ചെയ്യുന്ന ടോക്സിക് എന്ന് പറഞ്ഞ സിനിമ. അങ്ങനെ എല്ലാ തലത്തിലും മലയാളികൾ എത്തിപ്പെടട്ടെ. എന്തായാലും സന്തോഷം. നിങ്ങൾ കണ്ടവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണുള്ളത് മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കാണാം.